ഹരേ കൃഷ്ണ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ ദേവിയുടെ 81 നാമമായ മഹാപാശുപതാസ്ത്രാഗ്നി നിർദഗ്ധാസുര സൈനിക. ഈ നാമം ഭണ്ഡാസുരൻ്റെ സൈന്യത്തെ നശിപ്പിക്കാൻ ദേവി പ്രയോഗിച്ച ഒരു ദിവ്യമായ അസ്ത്രത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. പാശുപതം എന്ന ദിവ്യമായ അസ്ത്രം, ഇത് പരമശിവൻ്റെ അതിശക്തമായ അസ്ത്രമാണ്. ഭണ്ഡാസുരൻ്റെ സൈന്യത്തിൽ വലിയൊരു വിഭാഗത്തെ നിഗ്രഹിക്കുന്നതിനായി ദേവി മഹാപാശുപതാസ്ത്രം പ്രയോഗിച്ചു. ഈ അസ്ത്രത്തിൽ നിന്നുണ്ടായ അതിശക്തമായ അഗ്നിജ്വാലകൾ അസുരന്മാരുടെ സൈനികരെ പൂർണ്ണമായും ദഹിപ്പിച്ചു കളഞ്ഞു. ഭണ്ഡാസുരനുമായുള്ള യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അസുര സൈന്യം അതിശക്തമായി തിരിച്ചടിച്ചപ്പോൾ ലളിതാ പരമേശ്വരി പ്രയോഗിച്ച ഏറ്റവും ഭയാനകമായ അസ്ത്രങ്ങളിൽ ഒന്നാണ് മഹാപാശുപതാസ്ത്രം. ശിവഭഗവാന്റെ ഏറ്റവും ശക്തിയേറിയ അസ്ത്രമാണ് പാശുപതാസ്ത്രം. എന്നാൽ ദേവി പ്രയോഗിച്ചത് അതിൻ്റെ പരമോന്നത രൂപമായ മഹാപാശുപതം ആണ്. ദേവി ഈ അസ്ത്രം തൊടുത്തപ്പോൾ പ്രളയകാലത്തെ അഗ്നിയെപ്പോലെ ജ്വാലകൾ പുറപ്പെട്ടു. ഇനി ഈ നാമത്തിൻ്റെ ആത്മീയമായ അർത്ഥം എന്താണെന്ന് നോക്കാം. തന്ത്രശാസ്ത്രപ്രകാരം ഭണ്ഡാസുരൻ എന്നത് നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തിൻ്റെ ഒടുവിലത്തെ കോട്ടയാണ്. നമ്മുടെ അഹങ്കാരത്തെ വെറുമൊരു സാധാരണ ചിന്ത കൊണ്ട് നശിപ്പിക്കാൻ കഴിയില്ല. അതിന് ഈശ്വരജ്ഞാനമാകുന്ന മഹാപാശുപതാഗ്നി തന്നെ വേണം. ഭക്തൻ്റെ ഉള്ളിൽ ദേവിയുടെ ജ്ഞാനാഗ്നി ഉണരുമ്പോൾ അവനിലെ സകല പാപങ്ങളും അഹങ്കാരവും കത്തിയെരിഞ്ഞ് അവൻ പൂർണ്ണമായ ആത്മശുദ്ധി കൈവരിക്കുന്നു. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഹരേ കൃഷ്ണ.